ഹേ ഫ്രണ്ട്സ്, ഞാൻ റെഡിയായി നിൽക്കുന്നത് സുസേഗി വിശ്വം മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് മൈസൂരിലൊരു മ്യൂസിയമാണ്. അപ്പോൾ ഞാൻ മാപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മ്യൂസിയത്തിലേക്ക് പോയാലോ. ലെറ്റ്സ് കം വിത്ത് മീ, ഇറ്റ്സ് മീ യുവർ സംഗീത. ഞാൻ അവിടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഏകദേശം അശോകവനം പിന്നെ തുടങ്ങി അങ്ങനെ ഈ ബേർഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു ഹനുമാൻ കോവിൽ. അപ്പോൾ എല്ലാത്തേക്കും ഒന്ന് കണ്ണൊടിച്ചിട്ട് വരാം അല്ലേ. യെസ് ഗൈസ്, ദേ കാണുന്ന സുസേഗി വിശ്വം മ്യൂസിയം ഈസ് ഓപ്പൺ. കണ്ടോ, ഇത് ഓപ്പൺ അല്ല ഗൈസ്, ഇത് അടച്ചിട്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ നേരെയാണ് ദർശനത്തിലോട്ടങ്ങ് ഇറങ്ങിയത്. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അത് സുസേഗി വിശ്വം മ്യൂസിയം ആണ്. നമ്മളിപ്പോൾ പൂട്ടിപ്പോയി, ശുഗവനം അവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളതാണ് ആ ടെമ്പിൾ. അപ്പോൾ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്, ശ്രീദത്ത ടെമ്പിളിലോട്ടാണ്. അപ്പോൾ ഈ റൂട്ട് പോയി ആ റൂട്ട് കറങ്ങി വരുന്നതാണ് ഇതിൻ്റെ ഒരു വേ. സോ യെസ്, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ സംഭവം കാണാനായിരുന്നു. ബോൺസായി ഗാർഡൻ്റെ ശുഗവനയിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് 5:30 വരെ ഉള്ളൂ ടൈമിങ്. ഞാനിവിടെ എത്തിയപ്പോൾ കറക്റ്റ് 5:45 6 മണി ആവാൻ നേരമായി. അതുകൊണ്ട് ഇത് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല, ഞാൻ നേരെ ദർശനം നടത്താൻ. ഇത് കണ്ടോ, കണ്ടുവരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊത്തുപണിയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഹനുമാൻ്റെ ഈ പ്രതിമയിലാണ് ഞാൻ ആക്ച്വലി വീണത് കേട്ടോ. നല്ല അടിപൊളി പ്രതിമയല്ലേ, എന്താ പറയുക, ഒരു വൈബേഷാണ്. ഹനുമാൻ ആക്ച്വലി ആരാണ്, നമ്മുടെ വാനരനായിരുന്നു കേട്ടോ. ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നൊരു ഹനുമാൻ്റെ ടെമ്പിളിലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഇതിൻ്റെ പേരാണോ. ഞാൻ ഇവിടെ മൈസൂരിൽ വന്നിട്ട് ബോൺസായി ഗാർഡൻ മാപ്പ് ഇട്ട് വന്ന് എത്തിപ്പെട്ടത് ഈ കാണുന്ന വലിയൊരു ഹനുമാൻ പ്രതിമേൻ്റെ അടുത്തായിരുന്നു. പക്ഷേ നല്ലൊരു ലൊക്കേഷൻ, എനിക്ക് നല്ല കാം കൂൾ പ്ലേസ് ആയിട്ട് തോന്നി. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുണ്ടോ, ഒരു ഒട്ടകത്തിൻ്റെ ഏതാണ്ടൊക്കെ ഒരു പ്രതിമ ഉണ്ട് ഗൈസ്. അതെന്താണ് സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ഒട്ടകത്തിന് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് എന്താണ്, ഇതിൻ്റെ ഹനുമാൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒട്ടകത്തിനെ ഇവരിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നുള്ളത്. ഒട്ടകത്തിൻ്റെ കാര്യം അല്ലേ, പരാശര സംഹിത പ്രകാരം നമ്മുടെ വാനരനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഈ പച്ചപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വാനരൻ സഞ്ചരിച്ചിരുന്നത് മരുഭൂമിയിലൂടെ ആയിരുന്നു കുറച്ച് ആവശ്യത്തിനൊക്കെ. ഒട്ടകത്തിൻ്റെ സഹായം, പച്ചപ്പ് എന്നുള്ളതൊന്നും ഇല്ലാത്തൊരു മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ സഹായം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടകം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തേങ്ങ വെച്ചിട്ടുള്ള ഒരുവിധം മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, കാര്യസിദ്ധിക്ക് തേങ്ങകൾ കെട്ടി തൂക്കുന്ന ഒരു സംഭവം ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതാണ്ടൊക്കെ ഭാഷയിൽ ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു സംഭവം മനസ്സിലാക്കി കേട്ടോ. അതെന്താ വെച്ചാൽ ആ തേങ്ങ കെട്ടിത്തൂക്കുന്നത് നമ്മൾ ഒരു സംഭാവനയായിട്ട് ഒരു തേങ്ങ അവിടെ കൊടുക്കും വേണം. അത് നമ്മൾ ടൈ ചെയ്ത് അവിടെ വെക്കണം, കെട്ടിത്തൂക്കണം. ഒരു 108 തവണ ഹനുമാൻ മന്ത്രം ഉരുവിട്ട് ഹനുമാൻ്റെ ഈ കോവിൽ ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണ് വേണ്ടത്. അത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കാര്യസിദ്ധി, നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചോ അത് നടക്കുന്നുള്ളതാണ്. ആഴ്ചയിൽ 2 വട്ടം 16 തവണയായിട്ട് ഇവിടെ വന്ന് പ്രദക്ഷിണമൊക്കെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഹനുമാൻ കോവിലിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ കണ്ട് ഈ ഒരു മന്ദിരം എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ടാണ് ഞാനീ നിൽക്കുന്നത്. സോ ഇറ്റ്സ് മീ യുവർ സംഗീത വൈൻഡിങ് ഓഫ്. ആഴ്ചയിൽ 2 വട്ടം 16 തവണയായിട്ട് ഇവിടെ വന്ന് പ്രദക്ഷിണമൊക്കെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.